ഇതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഞാനിപ്പോൾ പല പ്രാവശ്യം നിങ്ങൾ മനസ്സിലായിട്ടും ഇതിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ് 22/10/2020 അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ശ്രീ വിൻസനം പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. യാതൊരു കാരണവശാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല. അത് ഒരാൾ കൊടുത്ത ഹർജിയിന്മേലാണ്. അങ്ങനെ ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു കമ്മീഷൻ ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? പുറത്തുവിടണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ തന്നെ കൃത്യമായി എഴുതി കൊടുത്തു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ മാന്യത കാണിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. മാന്യത ഞങ്ങൾ കാണിച്ചത്. കാരണം ഇത് എടുത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ ആരെയെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ടോർച്ചർ ചെയ്യാനോ അല്ല ഉപയോഗിച്ചത്. അത് നിങ്ങൾ മാറ്റി വെച്ച് അത് നിങ്ങൾ കസ്റ്റഡി വെക്കുക. ആ കസ്റ്റഡി വെച്ചതിന് ശേഷം 2021 ഞാൻ മന്ത്രിയാകുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നം 21-22 സമയമായപ്പോഴത്തെ വരുന്ന പ്രശ്നം ഈ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ച 24 നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ, നിഗമനങ്ങൾ അത് നടപ്പാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. അപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി സംസാരിച്ചിട്ട് അതിൻ്റെ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു. വളരെ ഭംഗിയായിട്ട് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ സംഘടനകളുമായിട്ടും സംസാരിച്ചു. ഇപ്പോൾ WCC ആളുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം വനിതാ കമ്മീഷനെ കൊണ്ട് വിളിപ്പിച്ചു ട്രിവാൻഡ്രത്ത്. അവർ വന്നപ്പോൾ പിന്നെ സമയം കിട്ടി. അവരൊരു ദിവസം ഫുൾ ടൈം ചർച്ച ചെയ്തു. അവരുടെ വനിതാ കമ്മീഷൻ ചർച്ച ചെയ്തുണ്ടാക്കിയ ആ രേഖ നമ്മുടെ മുമ്പിൽ വന്നു. ഇവർ മാത്രമായി, അതായത് ആ സിനിമാ രംഗത്ത് WCC ബന്ധപ്പെട്ട വനിതകൾ മാത്രമായി കൂടിയ യോഗത്തിൻ്റെ മിനിറ്റ്സും രേഖകളും നമ്മുടെ മുമ്പിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു, ടെക്നീഷ്യന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിച്ചു. വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ 1.5 വർഷം നടന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. ആ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നയപരമായ കാര്യമാണ്. അപ്പോൾ ആ സിനിമാ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷാജി എൻ കരുൺ സാറ് KSFDC ചെയർമാൻ കൺവീനറായ ഒരു കമ്മിറ്റി, 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി 5ആണോ 7ആണോ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റി പഠിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സിനിമാ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ മാത്രം വിളിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ച അടിസ്ഥാനത്തിൽ ചില മാറ്റകയറ്റങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. ചില മാറ്റകയറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ കൊടുത്തു. അത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. ഈ വന്നിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് ഹേമയുടെ പിന്നെ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ഉണ്ട്, പിന്നെ മറ്റ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, WCC ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊരു കോൺക്ലേവ് നടത്തണം. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കൊച്ചിയിൽ ഒരു കോൺക്ലേവ് നടത്തണം. അടുത്ത നവംബർ മാസത്തിലേക്ക് അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വേഗം. കാരണം ഈ പേപ്പറുകളെല്ലാം തയ്യാറാക്കി നമ്മളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഡിസ്കഷൻ നടന്നിട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ വിവിധ മേഖലയിലുള്ള ആളുകൾ, അതായത് ലൈറ്റ് ബോയ് മുതൽ നമ്മുടെ സിനിമാ രംഗത്തെ ഏറ്റവും മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവരുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ചർച്ച ചെയ്യണം. ഇന്ത്യയിലെ പ്രമുഖരായ സിനിമാ രംഗത്തെ ആളുകളെ പ്രത്യേക രീതിയിൽ ക്ഷണിക്കണം. ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളെ ക്ഷണിക്കണം. കാരണം ഇതിൻ്റെ സാങ്കേതിക മേഖല മികവുറ്റാക്കണം. അടിസ്ഥാന സൗകര്യങ്ങളിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ തന്നെ ചിത്രാഞ്ജലി 150 കോടി രൂപ ഡെവലപ്മെൻറ്റ്സ് അടങ്ങുകയാണ്. അതിൽ 80 കോടി രൂപയുടെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. കൊച്ചിയിലാകുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 27 തിയേറ്ററുകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരുപാട് സ്ക്രീനുകൾ പുതിയതായി വന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ തകർന്നു കിടന്ന പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ തിയേറ്റർ, തൃശ്ശൂരെ തിയേറ്റർ എല്ലാം നിർമ്മാണം തിരുവനന്തപുരത്ത് പൂർത്തീകരിച്ചു. അപ്പോൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ഈ 24 കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്നൊന്നായി അതിനകത്ത് എന്താണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ നമുക്കത് പഠിച്ചു മാത്രമേ ചെയ്യാൻ കഴിയൂ. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ 5/7/2024 ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ, പഴയ വിവരാവകാശ കമ്മീഷൻ 20 കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കൊടുക്കുന്ന എതിർത്തില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത് എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ് എതിർക്കാനും പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മന്ത്രി ആരും കസ്റ്റഡിയിലല്ല. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഹൈക്കോടതി പോയി 13/8/2024 ഹൈക്കോടതി പറയുന്നു, പിന്നെ സ്റ്റേ ചെയ്തതിന് ശേഷം ആ സ്റ്റേക്ക് ശേഷം ഹൈക്കോടതി ഹിയർ ചെയ്തപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ ഏതൊക്കെ ഭാഗം കൊടുക്കണമെന്ന് ഹൈക്കോടതിയും വിവരാവകാശ കമ്മീഷനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ റിപ്പോർട്ട് ഹൈക്കോടതി പറഞ്ഞ തീയതിക്കുള്ളിൽ കൊടുക്കുക എന്നുള്ളത് മാത്രം. കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പിന്നെ ഹൈക്കോടതി പറയേണ്ടത്. സ്വാഭാവികമായിട്ടും അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഒരുപാട് അതിനകത്ത് കുറ്റകരമായ കുഴപ്പങ്ങൾ ഉണ്ട്,
ആ റിപ്പോർട്ട് സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടന്നിരിക്കുന്നു, ഈ രംഗത്ത് നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഭാഗം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്, ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകേണ്ട ഭാഗമുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ്. പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന ഭാഗങ്ങളിനകത്ത് അല്ലാതെ സർക്കാരിന് കിട്ടിയ ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായ ആളുകളുടെ പേരുകൾ സഹിതമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലും ഈ ഒരു ഇത്തരത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഈ ജസ്റ്റിസ് ഹേമയുടെ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ നൽകിയ നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു. അതിനകത്തും കൃത്യമായി അവർ പറയുന്നുണ്ട് അബ്യൂസ് നടന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ സഹിതമാണ് എന്നുള്ളൊരു കത്താണ് അവർ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ മാഡം ഇതിനകത്ത് മാഡം മനസ്സിലാക്കേണ്ട ഒറ്റ പ്രശ്നം, ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ആദ്യം കത്തെഴുതി കൊടുക്കുന്ന ജസ്റ്റിസ് ഹേമ തന്നെയാണ്. ഫസ്റ്റ് അല്ല പറയട്ടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചതുപോലെ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ ഇത് പറയുന്നു. പറഞ്ഞതിന് ശേഷം ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? പ്രസിദ്ധീകരിക്കണം. ഗവൺമെൻറ് പറയട്ടെ അപ്പോൾ പറയട്ടെ. അങ്ങനെ അപ്പീലും പറ്റത്തില്ല. ഞാൻ പറയട്ടെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ പേപ്പർ വരുന്നില്ല, ഇത് ഞങ്ങളാരും വായിക്കുന്നില്ല. കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം തന്നെ രഹസ്യ സ്വഭാവം ഉള്ളതാക്കി മാറ്റുന്നതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ പോയി അതൊരു കസ്റ്റോഡിയനായി, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കസ്റ്റഡിയിലേക്ക് ഇത് പോന്നു. ഇത് ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റോ രൂപത്തിലെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് ഉത്തരവുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ക്ലിയറായിട്ട് പറഞ്ഞു. അതിനകത്തെ നിഗമനവും നിർദ്ദേശവും നമ്മൾ നോക്കിയാൽ മതി. ആ നിഗമനവും നിർദ്ദേശവും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ. ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ എനിക്ക് പറയാൻ പറ്റും, കോടതി പറയണം ബാക്കിയുള്ള പേജ് ഇത്രയുണ്ട് അതുകൂടെ പബ്ലിഷ് ചെയ്യും, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ കോടതി പറയുന്നു ഈ പ്രസിദ്ധീകരിച്ച പേപ്പറിനകത്ത് ഇന്ന കുറ്റങ്ങളുണ്ട് പറയട്ടെ. ഇനിയും ഈ 3 വർഷം ഞാൻ മന്ത്രിയായതിനു ശേഷം, അതിന് മുമ്പ് ബഹുമാനപ്പെട്ട എ കെ ബാലൻ വരുന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ കാലത്തോ എൻ്റെ കാലത്തോ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു പരാതി കേരളത്തിലെ ഒരു വനിതാ സിനിമാ രംഗത്തെ ആളുകളും നമ്മുടെ മുമ്പ് വന്നിട്ടില്ല. പറഞ്ഞോട്ട് WCC ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ്ടം തന്നിട്ടുണ്ട്. ആ മെമ്മോറാണ്ടം അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ജസ്റ്റിസ് ഹേമയുടെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പരിശോധന തുടങ്ങിയത്. ഇതിൽ സ്ത്രീകൾക്ക് ദോഷകരമായ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരാതി തരാം, കോടതിയെ സമീപിക്കാം. നിലവിലുള്ള നിയമസംഹിതയ്ക്ക് അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോകാം. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഏതെങ്കിലും കാര്യം വന്നാൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ് ചെയ്യില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. ആ കാര്യത്തിൽ നിലപാട് ക്ലിയറാണ്. ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, സ്ത്രീ സമൂഹത്തിനോടൊപ്പമാണ്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്ന നിലപാട് എടുക്കുന്നത്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ 10,000-കണക്കിന് ആൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇങ്ങനത്താണോ? അതിനൊന്നും നമുക്ക് അഭിപ്രായമില്ല. കാരണം എല്ലാവരും എത്രയോ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. അവിടെ പിന്നെ ഈ പറയുന്ന അമ്മയിൽ തന്നെ 10-300 ആർട്ടിസ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല, സ്ത്രീകൾ. അപ്പം നമ്മുടെ കേരളത്തിൽ 1000-കണക്കിന് സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ രംഗം വലിയ ഗംഭീരമായി ഇന്ന് കയറുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ച ഒരു സ്റ്റേറ്റാണ്. മിക്കവാറും സിനിമ ലാഭകരമായി പോയ ഒരു സ്റ്റേറ്റാണ്. നല്ല വരുമാനം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മേഖലയായി മാറി. ഞങ്ങൾ നിരന്തരമായി ശ്രദ്ധിക്കുന്നൊരു മേഖലയാണ്. ചുമ്മാ കയറുമോ? നിങ്ങൾ ആ രംഗത്തുള്ളവരോട് ചോദിച്ചു നോക്കൂ. ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? ആ രംഗത്തുള്ളവർ ചോദിച്ചു നോക്കൂ. വളരെ ക്ലിയർ കട്ടായിട്ട് ഇത് നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും പേരെ ബാധിക്കുകയും ഇത്രയും പേര് ജീവിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അതെ അങ്ങയുടെ കയ്യിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഒരു കേസ് പറ. അങ്ങയുടെ കൈ പറയട്ടെ, ഞാൻ പറയട്ടെ. മിനിസ്റ്റർ ഇന്നലെ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. മിനിസ്റ്റർ തന്നെ പറഞ്ഞു പരാതിയുമായി രംഗത്ത് ആർക്കെങ്കിലും വരാം എന്ന് മിനിസ്റ്റർ. അല്ല, പരാതി ഉള്ളവർ കൊടുക്കുന്നതല്ലേ പറഞ്ഞു. നിങ്ങൾ ഈ വളച്ചു. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വന്നതിനകത്ത് നിങ്ങൾ ആരും ഒരാളുടെയും പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഈ റിപ്പോർട്ടിനകത്ത് പിന്നെ എൻ്റെ ഓഫീസിൽ വന്ന ഭാഗം വായിച്ചിട്ട് അവരെ വിളിച്ചു വെച്ചപ്പോഴും പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ആരുടെയും പേര് പറയുന്നില്ല. ആ റിപ്പോർട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗം നിയമപരമായി പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനേ കഴിയൂ. അത് പരിശോധിക്കട്ടെ. അതെല്ലാം നിയമപരമായി പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. കാരണം നിലവിലുള്ള സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം നിലനിൽക്കുമ്പോൾ ബാക്കിയുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുന്നത്? അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ നിയമജനൊന്നുമല്ല, നിയമരംഗത്തുള്ള പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കും. അക്കാര്യത്തിൽ വിഷമിക്കേണ്ട. ഒറ്റ കാര്യം, അതായത് ഈ ജസ്റ്റിസ് ഹേമ അയച്ച കത്താണ്. ഈ കത്തിനകത്ത് റാണി ജോർജ് IAS അന്നത്തെ റാണി ജോർജ് IAS അയച്ചൊരു കത്തിനകത്ത് കൃത്യമായി അവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അത്തരത്തിൽ അസോൾട്ടുകളുണ്ട്,
അത്തരം നിരവധി കാര്യങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത് ജസ്റ്റിസ് ഹേമ അയച്ച കത്താണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴിയും ഡീറ്റെയിൽസും സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? രഹസ്യമായി വെക്കണമെന്നാണ്. രഹസ്യമായിട്ട് വെച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് മുമ്പിൽ രേഖകളുണ്ട്. അല്ല, ജസ്റ്റിസ് ഹേമ പറയട്ടെ, എനിക്ക് രണ്ടും കൂടെ പറയാതെ. ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്ന പുറത്തു വിടരുതെന്ന് പറയുന്ന കാര്യത്തിൽ അത് പിന്നെ നമ്മൾ സർക്കാർ ചെയ്യേണ്ടത് എന്താ പറയട്ടെ? സർക്കാർ ചെയ്യേണ്ടത് അതിൻ്റെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും മനസ്സിലാക്കി ആ നിർദ്ദേശങ്ങളും നിഗമന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഇരയാക്കപ്പെട്ടവരെ പറ്റി എവിഡൻസ് ഞങ്ങളുടെ മുമ്പ് വന്ന് നടപടിയെടുക്കുന്നത് ഞാൻ പറഞ്ഞു. അത് ഞങ്ങളുടെ മുമ്പ് വന്നിട്ടില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. സംശയം, അതായത് സർക്കാരിന്റെ വർഷത്തിലേറെയായിരിക്കുന്ന റിപ്പോർട്ട് സർക്കാർ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാണോ? സർക്കാരിന് വായിക്കാൻ പറ്റത്തില്ല. കാരണം സർക്കാരിന് മുമ്പിൽ മന്ത്രിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സർക്കാർ വായിച്ചു കാണും. സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രി മാത്രമാണ്. അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. അത് സീൽഡ് ചെയ്തിട്ടാണ് വിവരാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെയാണ്. നടപ്പിലാക്കാൻ തരുന്ന ഒരു സീൽഡ് കൈമാറിയിട്ടത് വായിക്കാതെ അത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വം എന്താ? അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസറാണ്. അവരത് പരിശോധിച്ച് അതിൻ്റെ ക്രീമായിട്ടുള്ള നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മന്ത്രിയായപ്പോൾ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതായത് സർക്കാർ മതി. ഇപ്പോൾ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ